BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നാട്ടികയിൽ CPI ഇടഞ്ഞ CC മുകുന്ദൻ MLAയുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് മുന്നണികൾ. കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർ മുകുന്ദനുമായി സംസാരിച്ചു. സ്വന്തം പാളയത്തിലെത്തിക്കാൻ നീക്കവുമായി BJP സംസ്ഥാന നേതൃത്വവും മുകുന്ദനുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. അതേസമയം മുകുന്ദനെ കൈവിടാതിരിക്കാനാണ് CPI നേതൃത്വത്തിന്റെ ശ്രമം. CPIക്കൊപ്പം നിർത്താൻ നേതാക്കൾ ചർച്ച നടത്താനൊരുങ്ങുകയാണ്. മുകുന്ദനുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കി അനുനയ സാധ്യത തേടാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമം. നാട്ടികയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന മുകുന്ദന്റെ പ്രഖ്യാപനത്തിൽ പിന്നാലെയാണ് പുതിയ നീക്കം. മുൻ MLA ഗീതാ ഗോപിക്കും പാർട്ടിക്കുമെതിരെ പൊട്ടിത്തെറിച്ച CC മുകുന്ദൻ MLA രംഗത്ത് വന്നതോടെയാണ് CPIയിൽ അപ്രതീക്ഷിത പ്രതിസന്ധി ഉടലെടുത്തത്. ഗീതാ ഗോപിക്ക് പണം പിരിച്ചു നൽകാൻ കഴിവുണ്ടെന്നും മോശം പ്രകടനം നടത്തിയ അവരെ സ്ഥാനാർത്ഥിയാക്കുന്നത് ശരിയല്ലെന്നും CC മുകുന്ദൻ MLA മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ MLA CC മുകുന്ദനെ മാറ്റി മുൻ MLA ആയിരുന്ന ഗീതാ ഗോപിയെ മത്സരിപ്പിക്കാൻ CPI തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെയാണ് മുകുന്ദന്റെ വിമർശനം. പാർട്ടിക്ക് പണം പിരിച്ചു നൽകാൻ തനിക്കാവില്ല. ഗീതാ ഗോപിക്ക് സീറ്റ് നൽകുന്ന സാമ്പത്തിക സ്വാധീനം മൂലമാണ്. പാർട്ടി സീറ്റ് തന്നില്ലെങ്കിൽ മത്സരിക്കുമെന്നും CC മുകുന്ദൻ MLA നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ വിഭാഗീയതയുണ്ട്. CPIയിലെ വിഭാഗീയത കാരണം ഒഴിവാക്കപ്പെടുകയാണ്. ചേർപ്പ് മണ്ഡലം കമ്മിറ്റി തന്റെ പേര് നിർദ്ദേശിക്കാത്തതിന് പിന്നിൽ വിഭാഗീയതയാണ്. തന്നെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. 2 ടൈം എല്ലാ MLAമാർക്കും നൽകിയെന്നും തന്നെ മാത്രം പാർട്ടി ഒഴിവാക്കിയെന്നും MLA പറഞ്ഞു. ഇതിന് മറുപടിയുമായി ഗീതാ ഗോപിയും രംഗത്തെത്തിയതോടെ വിവാദം കനക്കുകയാണ്. പാർട്ടി ഏൽപ്പിച്ച ചുമതല നിർവഹിക്കലാണ് ഇപ്പോൾ ലക്ഷ്യമെന്നും മറ്റൊന്നും തനിക്കില്ലെന്നും ഗീതാ ഗോപി പ്രതികരിച്ചു. ആരോപണങ്ങളെക്കുറിച്ച് പാർട്ടി മറുപടി പറയും. 2 തവണ നെഞ്ചേറ്റിയ നാട്ടികയിലെ ജനങ്ങൾ ഇത്തവണയും തന്നെ സ്വീകരിക്കും. തന്നെ ജനങ്ങൾക്ക് അറിയാമെന്നും ഗീതാ ഗോപി വ്യക്തമാക്കി. അതേസമയം നാട്ടികയിലേത് പേയ്മെന്റ് സീറ്റാണെന്ന CC മുകുന്ദന്റെ ആരോപണത്തിന് പിന്നാലെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് CPI. തൃശ്ശൂരിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കൾ മുകുന്ദനോട് സംസാരിക്കും. KK വത്സരാജ്, K രാജൻ, KP രാജേന്ദ്രൻ, VS സുനിൽകുമാർ എന്നിവരെ സംസ്ഥാന നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടികയിലേത് പേയ്മെന്റ് സീറ്റാണെന്ന നിലവിലെ MLA CC മുകുന്ദൻ ആരോപിച്ചതിന് പിന്നാലെ CPIയിൽ വിമർശനം ഉയർന്നിരുന്നു. സാമ്പത്തിക സ്വാധീനമാണ് ഗീതാ ഗോപിക്ക് സീറ്റ് നൽകിയതിന് കാരണമെന്നും പാർട്ടിക്ക് പണം പിരിച്ചു നൽകാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് തന്നെ തഴഞ്ഞതെന്നും CC മുകുന്ദൻ ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന CPI സംസ്ഥാന കൗൺസിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. നിലവിലെ MLA CC മുകുന്ദന് പകരം ഗീതാ ഗോപിയെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. ഇതിനിടെയാണ് അനുനയ നീക്കവുമായി CPI എത്തിയിരിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ നാട്ടികയിൽ 2011-ലും 2016-ലും ഗീതാ ഗോപിയായിരുന്നു MLA. 2016-ൽ UDF സ്ഥാനാർത്ഥി KV ദാസിനെതിരെ 26,777 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഗീതാ ഗോപിയുടെ വിജയം. 2011-ൽ അത് 16,054 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെത്തിയായിരുന്നു ഗീത സഭയിലെത്തിയത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.